ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു കപ്പയും മീൻകറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് 2-3 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് പച്ചമുളകും ഉള്ളിയും ഒന്ന് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ടൈം ഇത് നല്ലോണം ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു കളറ് കറിക്ക് കിട്ടും. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പാകത്തിന് തോട്ടുപുളിയും ഉപ്പും ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം മീനെല്ലാം ഒന്ന് പറക്കിയിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. കറിയെല്ലാം ഇവിടെ തിളച്ച് കുറുകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കറിയെല്ലാം നല്ല തിളച്ച് കുറുകി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കപ്പയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കപ്പ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇനി കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് കപ്പയിലേക്കൊന്ന് ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. കപ്പയെല്ലാം നല്ല വെന്ത് നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കപ്പയും മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. Thank you for watching.